ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാർ ചെയ്യുന്നത് വളരെ സോഫ്റ്റായിട്ട് നമുക്കൊരു പാലപ്പം എങ്ങനെ തയ്യാറാക്കാം നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ പാലപ്പത്തിനായിട്ട് നമ്മളിവിടെ ഒരു അരക്കപ്പ് അരി ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് ചോറ്, അരമുറി തേങ്ങ ചിരകിയത്, ഒരു ബൗളിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങാവെള്ളം, ആവശ്യത്തിന് ഈസ്റ്റ്. ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അടുത്തായി നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി തേങ്ങാവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ അരി അരച്ചെടുത്തപ്പം ഈ മാവ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ് നേരത്തേന് നമ്മൾ ഫ്രീസറിലൊന്ന് കയറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ഇതെടുത്ത് ഇളക്കി വെച്ച് നമുക്ക് ഒരു 5 മണിക്കൂർ പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മുടെ മാവ് ഇവിടെ നല്ലപോലെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അപ്പം ചുട്ടെടുക്കാം. മാവിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമ്മുടെ അപ്പച്ചട്ടി ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് പാലപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കതൊരല്പം സ്റ്റൂവും കൂടെ കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ, ഒറ്റ കുഴപ്പമില്ല, നല്ല സൂപ്പർ അപ്പമാണ്. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ധൈര്യമായിട്ടും വീടുകളിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ തയ്യാർ ചെയ്യുക. ഇച്ചിരി കറിയൊക്കെ കൂട്ടി നിങ്ങൾ കഴിക്കുക. അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.